എത്ര പേര് പാൽക്കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ട് വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. നമ്മൾ പിടി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഈസി ആയിരുന്നു. പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഉരുളകളാക്കിയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നീളത്തിലാട്ടോ പിടിച്ചെടുത്തിരിക്കുന്നത്. പയ്യെ ഒന്ന് കൈക്കുരുട്ടി അങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് എല്ലാം ഉരുട്ടി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏലക്കയും ഒരു 2 ഏലക്കയും കുറച്ച് ചുക്കും കൂടി ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പത്തിരിപ്പൊടിയുടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുറുക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുറുക്ക് പരുവത്തിനാവാനായിട്ട്. ശേഷം ശർക്കര പൊടിയാണ്, നിങ്ങൾ ശർക്കര ഉരുക്കിയതാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ പിടിയിലേക്കൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടി മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. Bye.